നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സമ്മാനം തന്നാൽ അത് എപ്പോഴും നല്ലതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ചിലപ്പോൾ അതൊരു അനുഗ്രഹമല്ല, ഒരു കെണിയായിരിക്കും. എത്ര കഷ്ടപ്പെട്ടാലും ഈ 6 തരം സമ്മാനങ്ങൾ നിങ്ങൾ ഒരിക്കലും വാങ്ങരുത്. കാരണം എന്താണെന്ന് നോക്കാം. ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരും, പക്ഷേ അതിനു പിന്നിൽ ഒരു നിബന്ധന ഒളിഞ്ഞിരിപ്പുണ്ടാകും. ഇത് വേണമെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം എന്ന്. ഇത് സ്നേഹമല്ല, നിങ്ങളെ നിയന്ത്രിക്കാനുള്ള വഴിയാണ്. ബൈബിളിൽ ശൗൽ രാജാവ് ദാവീദിന് സ്വന്തം കവചം കൊടുത്തു. നല്ല സഹായമാണെന്ന് തോന്നും, പക്ഷേ ദാവീദ് അത് അണിഞ്ഞിരുന്നെങ്കിൽ ഗോലിയാത്തിനെ തോൽപ്പിച്ചാലും ആ ക്രെഡിറ്റ് ശൗലിന് പോകുമായിരുന്നു. അതുകൊണ്ട് ദാവീദ് അത് ഊരിവച്ചു. ഓർക്കുക, നിങ്ങളുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്ന ഒരു സഹായവും വാങ്ങരുത്. ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത് കേട്ടിട്ടില്ലേ? ചിലർ സഹായം ചെയ്യുന്നത് സ്നേഹം കൊണ്ടല്ല, പിന്നീട് നിങ്ങളെ നോ പറയാൻ പറ്റാത്ത ഒരാളാക്കി മാറ്റാനാണ്. ചിലപ്പോൾ വീട്ടിൽ പോലും ഇത് നടക്കും. മാതാപിതാക്കൾ കഷ്ടപ്പാടുകൾ ഓർമ്മിപ്പിച്ച് നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെ പോലും അടിച്ചമർത്താൻ ശ്രമിക്കും. സദൃശവാക്യങ്ങളിൽ ഒരു വാക്യമുണ്ട്: കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന്റെ അടിമയാകും. കുറ്റബോധത്തിന്റെ പേരിലുള്ള ഒരു കടപ്പാടും നിങ്ങൾക്ക് വേണ്ട. മുന്നിൽ പുഞ്ചിരിക്കും, പിന്നിൽ നിങ്ങളെ കാണുമ്പോൾ അസൂയപ്പെടും. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അടുപ്പം കാണിക്കുന്നത്. കായേനും ഹാബേലും ഓർമ്മയില്ലേ? കായൻ ദൈവത്തിന് വഴിപാട് കൊടുത്തെങ്കിലും ഉള്ളിൽ സഹോദരനോട് കടുത്ത അസൂയയായിരുന്നു. അസൂയയുള്ള മനസ്സിൽ നിന്നും വരുന്ന ഒരു സമ്മാനവും നല്ലതല്ല. ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ സമയവും ദൈവവുമായുള്ള ബന്ധവും കുറയ്ക്കുന്ന എന്തും, അത് എത്ര വിലപിടിച്ചതായാലും ഒരു കെണിയാണ്. ശിംശോനെ ദലീല തോൽപ്പിച്ചത് വാളുകൊണ്ടല്ല, സുഖസൗകര്യങ്ങൾ കൊടുത്ത് അവൻ്റെ ജാഗ്രത കുറച്ചാണ്. ഒരു പുതിയ ഫോണായാലും ഒരു വലിയ ജോലിയായാലും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെല്ലാം സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതം ഒരു ദേവാലയം പോലെയാണ്. എല്ലാവർക്കും അതിൽ പ്രവേശനം കൊടുക്കരുത്. ചിലർ സമ്മാനം കൊടുക്കുന്നത് സഹായിക്കാനല്ല, നിങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് കടക്കാനാണ്. ഫെരോദാവ് രാജാവ് ജ്ഞാനികളോട് പറഞ്ഞു, എനിക്കും യേശുവിനെ വണങ്ങണമെന്ന്. പക്ഷേ ഉള്ളിൽ യേശുവിനെ കൊല്ലാനായിരുന്നു പദ്ധതി. അതുകൊണ്ട് ആരാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്, എന്തിനാണ് വരുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും അപകടകരമായത്. ഒരു സമ്മാനമോ പണമോ ജോലിയോ അത് ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്വം ഇല്ലാതാക്കിയാൽ അതൊരു വിഗ്രഹമായി മാറും. ഇസ്രയേൽ ജനത്തിന് ദൈവം മന്ന കൊടുത്തത് ദിവസേന മാത്രമായിരുന്നു. സൂക്ഷിച്ചു വച്ചാൽ അത് ചീഞ്ഞു പോകുമായിരുന്നു. കാരണം എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കണം എന്നായിരുന്നു ലക്ഷ്യം. ചുരുക്കി പറഞ്ഞാൽ, ഓരോ സമ്മാനവും സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക: ഇത് എൻ്റെ സ്വാതന്ത്ര്യം എടുക്കുമോ? എൻ്റെ പ്രാർത്ഥന കുറയ്ക്കുമോ? ദൈവത്തിന് പകരം ഇത് വരുമോ? ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉറപ്പായി ഷെയർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.